രാഹുലിനെ അപമാനിച്ച ഇവനെ അടിപടലം പറിക്കേണ്ടേ? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനിടം. കേരളപ്പിറവി ദിനത്തിൽ മൂന്നാം ഊഴം ലക്ഷ്യം വെച്ച് പിണറായി സർക്കാർ മമ്മൂട്ടിയെ അടക്കം പങ്കെടുപ്പിച്ച് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ KPCC ആസ്ഥാനത്ത് പന്നി പ്രസവിച്ചതുപോലെ കയ്യും കണക്കുമില്ലാതെ കുറെ ഭാരവാഹികളെ പ്രഖ്യാപിച്ച് ഓഫീസിൽ ഇവറ്റകളെ ഇരുത്തുവാൻ പോലും മാർഗമില്ലാതെ നട്ടം തിരിയുകയായിരുന്നു. KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് നിന്ന് മിടുക്കനായ കെ സുധാകരനെ മാറ്റി ആലപ്പുഴ കോവാലന്റെ ഒരു ആശ്രിതനായ കാര്യപ്രാപ്തിയില്ലാത്ത ഒരു അരമനക്കുണ്ടനെ വെച്ചതുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഒരു 3 എണ്ണത്തിനെ കൂടി വർക്കിംഗ് പ്രസിഡന്റുമാരായി വെച്ചുകൊടുത്തു. അതും പോരാഞ്ഞ് ഒരു 150 എണ്ണത്തിന് ജംബോ കമ്മിറ്റി ഉണ്ടാക്കി ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. ഇനി ഒരു 140 എണ്ണം ജനറൽ സെക്രട്ടറിമാരായി വരുമത്രേ. ഇതും പോരാഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു 17 അംഗ കോർ കമ്മിറ്റിയെ കൂടി അങ്ങ് തെരഞ്ഞെടുത്തു. ഇതെല്ലാം കഴിഞ്ഞിന്ന് KPCC ആസ്ഥാനത്ത് വട്ടമേശ സമ്മേളനം കൂടാതിരുന്നപ്പോഴാണ് KPCCയുടെ കുടുസുമുറിയിൽ ഇവറ്റകളൊന്നും കൊള്ളില്ല എന്ന് ഇവന്മാർക്ക് മനസ്സിലായത്. ഒടുവിൽ അനൈക്യത്തിന്റെ പര്യായപദമായ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാർ ഐക്യത്തോടെ മുന്നേറാം എന്നും പറഞ്ഞ് ചായയും വടയും തിന്ന് ഉള്ളതാട്ടെന്നും പറഞ്ഞ് ഗ്രൂപ്പ് തിരിഞ്ഞ് പുറത്തിറങ്ങി കുശുകുശുത്തു. എന്നിട്ട് നേതാക്കന്മാരുടെ കുറ്റവും കുറവും പറഞ്ഞ് വീട്ടിൽ പോയി. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന പിണറായിയുടെ ഇലനക്കി നെട്ടൂർ സതീശൻ കേരളപ്പിറവി ദിനത്തിൽ ആദ്യം ചെയ്തത് സ്വന്തം പാർട്ടിയിലെ മിടുക്കനായ യുവനേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും അപമാനിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അതിനായി തൻ്റെ പ്രസ് സെക്രട്ടറിയെ കൊണ്ട് മുട്ടൽ മരമുറിക്കൊള്ളക്കാരന്മാരുടെ ചാനലിലെ മാപ്രയെ കൊണ്ട് മറ്റേ ചോദ്യം ചോദിക്കാനായി ചട്ടം കെട്ടി. അതുപോലെ ആശന്മാരുടെ നേതാക്കന്മാരോടും കോൺഗ്രസ് നേതൃത്വത്തോട് പറയുന്ന അതേ രീതിയിൽ പറഞ്ഞു, രാഹുൽ വേദിയിലുണ്ടെങ്കിൽ ഞാൻ വേദിയിൽ കയറില്ല എന്ന്. എന്നിട്ട് രാഹുൽ പോകുന്നതുവരെ കേക്കച്ചൻ കാറിലിരുന്നു. അതും നല്ല ഒന്നാം തരമായി 3G ആയിപ്പോയി. അവസാനം ഒരു അടിമയെ വിട്ട് രാഹുലെ നാറ്റിക്കല്ല്, കേക്കച്ചൻ്റെ കാലിനിടയിൽ ഭദ്രമായി വെച്ചിരിക്കുന്ന ആ നിലപാട് താഴെ പോകുവാൻ നമ്മൾ അനുവദിക്കരുത്, അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും, അതുകൊണ്ട് ഒന്നും മാറി നിൽക്കൂ എന്ന് അപേക്ഷിച്ചപ്പോൾ രാഹുൽ മാറി നിന്നു കൊടുത്തു. രാഹുലിനെ കേക്കച്ചൻ തലസ്ഥാനത്ത് വീണ്ടും അപമാനിക്കുവാൻ ശ്രമിച്ചപ്പോഴും ആശമാർ, ആ അമ്മമാർ രാഹുലിനെ ചേർത്ത് നിർത്തി. രാഹുൽ അവരോട് സംസാരിച്ചു. കേക്കച്ചൻ എന്ന നെട്ടൂർ ചതീശൻ, ആ ഉതുക്കീശൻ ഇതെല്ലാം കണ്ട് നാണം കെട്ടു, തല താഴ്ത്തി. കുത്തിത്തിരിപ്പുണ്ടാക്കാനായി കേക്കച്ചൻ്റെ പ്രസ് സെക്രട്ടറിയും PR ടീമും ഇറക്കിവിട്ട മാപ്രകളും അവസാനം നാണം കെട്ടു. ഇന്ന് KPCC ആസ്ഥാനത്ത് ചേർന്ന ഗുണവും മണവും ഇല്ലാത്തവന്മാരുടെ ആ മാരക യോഗത്തിൽ രാഹുലിനെ തിരികെ എടുക്കുന്ന ആവശ്യം ഒരാൾ ഉന്നയിച്ചപ്പോൾ സർട്ടിഫൈഡ് പെണ്ണുപിടിയന്മാർ, താരകപ്പെണ്ണിന്റെ പവാട പൊക്കാൻ പോയവനും, വെടിമോളുടെ വായിൽ കേക്ക് തിരികെ കൊടുത്തവനും, സരിതയുടെ നിക്കറഴിക്കാൻ പോയവനും, മഞ്ചേരിയിൽ കാമുകളിക്കിടെ ഉടുതുണിയില്ലാതെ പിടിക്കപ്പെട്ടവനും ഒക്കെ ചിരിച്ചു തള്ളിയത്രേ. പ്രിയമുള്ളവരെ, രാഹുലിന് നീതി ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 18ാം ദിനമായ ഇന്ന് ഒരു കാര്യം ഈ നാണംകെട്ടവന്മാരെ ഓർമ്മിപ്പിക്കുവാനുള്ള ദിനമാണ്. ഈ കേരളപ്പിറവി ദിനത്തിൽ പിണറായി സർക്കാർ ശക്തമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ മോന്മാർ വട്ടം കൂടി പരസ്പരം ഭാരവെക്കാനുള്ള ശ്രമത്തിലാണ്. കേക്കച്ചൻ രാഹുലിനെ ഒതുക്കുവാൻ നോക്കുന്നു, സരിദേശൻ കേക്കച്ചനെ ഒതുക്കുവാൻ നോക്കുന്നു, കെ സുധാകരനെ ഒതുക്കി അരമനക്കിങ്ങിണിയെ കൊണ്ടുവെക്കുന്നു, അവന് ശേഷിയില്ലാത്തത് കൊണ്ട് ഏച്ചു കെട്ടുവാൻ വീണ്ടും കുറെ പാഴുകളെ എടുത്തു വെക്കുന്നു. അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന ചടങ്ങ് നടക്കുന്നിടത്തേക്ക് ഒരു പ്രതിഷേധ സമരം നടത്തുവാൻ പോലും രാഹുലിന് പകരം കെട്ടിറക്കിയ ആ ഊത്ത് നേതാക്കന്മാർക്ക് സാധിച്ചില്ല എന്നോർക്കണം. ഇവന്മാരാണ് അടുത്ത ഭരണം ഉറപ്പാണ് എന്നും പറഞ്ഞ് മുഖ്യമന്ത്രി കുപ്പായവും തയ്ച്ച് ഇരിക്കുന്നത്.
ഇന്ന് ജനങ്ങളുടെ പ്രതികരണത്തിനായുള്ള ചോദ്യങ്ങൾ ഇവയാണ്. രാഹുലിനെ ഒതുക്കിയിട്ട് കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരുമോ? രാഹുലിൻ്റെ ചെരുപ്പിൻ്റെ വില ഈ കേക്കച്ചന് ജനങ്ങൾ നൽകുന്നുണ്ടോ? ഇന്ന് രാഹുലിനോട് കാണിച്ച ആ നെറുകേടിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുന്ന 9746114444 എന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ച് അറിയിക്കാവുന്നതാണ്. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ ഒരിടം. മിഷൻ 250യുടെ 18ാം ദിനമായി ഇന്ന് i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച ആ പ്രതികരണങ്ങൾ കേൾക്കുക. എല്ലാവരും ബാബുന്നേട്ടാ, ഈ പ്രതിപക്ഷ നേതാവേ വേറെ നാറിയാന്ന് ചേട്ടനെങ്ങനെ മനസ്സിലായി? നാറിയാന്ന് അവന്റെ നെറ്റിൽ എഴുതി ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട്? അവന്റെ പ്രവൃത്തി കണ്ടാ പോരെ? അല്ലത് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ പോലത്തെ വാക്കാണ് ചേട്ടൻ പറയുന്നത്. ആ സമ്മതിച്ചു നിൽക്കുന്ന കേട്ടോ, അത് പറയാൻ വേണ്ടി വിളിച്ചല്ല, വേറെ ഒന്നുമില്ല. അവരെങ്ങനെ പറയും? അവന് ഇപ്പൊ പിണറായിക്ക് തുടർ ഭരണം ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് പണിയെടുക്കുന്നവനല്ലേ അവൻ പ്രതിപക്ഷ നേതാവല്ല, അവൻ പിണറായിയുടെ അടിമയാവൻ. അവൻ പ്രതിപക്ഷമൊന്നുമല്ല. ഇവിടെ പ്രതിപക്ഷമില്ല കേരളത്തില്. കോൺഗ്രസിനെയും കൂടെ നശിപ്പിക്കുന്ന ഒരു നേതാവാണ് അയാള്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലൊക്കെ ഒരുപാട് ദയനീയ അവസ്ഥകളൊക്കെയാണ് പുള്ളി കാണിക്കുന്നത്. ഇന്ന് കണ്ടോ തിരുവനന്തപുരത്ത് രാഹുലിനെ ഒരു പരിപാടിക്ക് വിളിച്ചു, ആശമാരുടെ സമ്മേളനത്തിന്. അന്നേരം രാഹുൽ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് രാഹുൽ പോകാൻ വേണ്ടി 1 മണിക്കൂറും കാത്തു നിന്നു. രാഹുൽ പോയ ശേഷമാണ് അവനോട് ചെന്നത്. ഇവന്റെ കഴപ്പ് നോക്കി എത്ര വന്നു. BJPക്കും പരാതിയില്ല, മറ്റ് കമ്മ്യൂണിസ്റ്റിനും പരാതിയില്ല. ഇയാൾക്ക് എന്തിന്റെ ഏനക്കേടാണ്? ഇയാളാണ് മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള സത്യത്തിൽ കോൺഗ്രസ് ഇല്ലാതാക്കുന്ന ഇയാൾ ഒറ്റയാളാണ്. അത് തിരിച്ചറിയാൻ കോൺഗ്രസ്സുകാർക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നതല്ല. എന്റെ പേര് ബിജു. സാറേ, ഞാൻ നമ്മളെ i2 ന്യൂസ് സ്ഥിരം കാണുന്നുണ്ട്. ലേറ്റസ്റ്റ് ഇട്ടില്ലേ മറ്റേ കേക്കച്ചന്റെ? അത് ഞാൻ കേട്ടു. ഞാൻ അതാണ് അപ്പൊ തന്നെ വിളിച്ചത്. അവന്റെ അഹങ്കാരം കണ്ടോ? ഞാൻ ഫുള്ള് കണ്ടു. അപ്പൊ ഞാൻ ഈ എറണാകുളത്ത് തന്നെയാണ് മിക്ക നമ്മുടെ ഫ്രണ്ട്സിനോടും കൂട്ടുകാരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിയുമ്പോ ഒരാള് പോലും ഒരഭിപ്രായം പറയില്ല അവനെ കുറിച്ച്. അവൻ ചതിയനാന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയത്തിലെ ചെറും ചതിയനാണ്. അപ്പൊ സാറിന്റെ ഈ പ്രോഗ്രാം അടിപൊളിയാണ്, സംഗതി അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇത് ഒരു ശരിക്കും നല്ല കാര്യമാണ്. നല്ല കാര്യം എന്ന് വെച്ചാൽ നല്ല ദൈവം ഗുണം തന്നൊരു പോയിന്റാണ്. ബാക്കിയുള്ള കാര്യം ഈ ചെന്നിത്തലയും കിന്നിത്തലയൊക്കെ മറ്റേ ഉമ്മൻചാണ്ടിയിലൊക്കെ ചതിച്ചതാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇപ്പൊ ഈ രാഹുലിന്റെ ഒരു കാര്യത്തിൽ ഐത്തം ഇല്ല എന്നുള്ളത് മനസ്സിലായി. നമുക്കത് കാണുമ്പോ തന്നെ മനസ്സിലായി. വെറുതെ വിടൂല സാറേ, വെറുതെ വിടൂല. ഇത് നോക്കിക്കോ, ഇത് അവന് 8ന്റെ പണി കിട്ടും. അവന് 8ന്റെ പണി കിട്ടും. അവന് പറവൂര് നിൽക്കാൻ പോയാൽ ഇപ്പൊ നമ്മള് ഈ ചാനല് മുഖാന്തരം ലോകത്തുള്ള സകല ആൾക്കാരും വിളിക്കണ്ടല്ലോ. ലോകത്തുള്ള എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെ നിന്നൊക്കെ നമ്മുടെ ചാനലിലേക്ക് വിളിക്കണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസരം തരുന്ന കാരണം കൊണ്ട് ജനങ്ങൾക്ക് പ്രതികരിക്കാൻ ഒരു ഇടവായി. ഇവന്റെ ഈ പണി കൊണ്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ മുടിയും. കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ മുടിയും. ഒരു സത്യത്തില് നമ്മുടെ ചാനലിലേക്ക് വിളിക്കുന്ന ഈ അമ്മമാര് ശരിക്കും പറഞ്ഞ ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരാണ്. അല്ലാണ്ട് കോൺഗ്രസിനെ കണ്ടിട്ട് ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ജീവിക്കുന്നവരോ നോക്കുന്നവരോ ഒന്നും ഇതിന് വിളിക്കൂല. പക്ഷെ ആത്മാർത്ഥമായിട്ട് ഈ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളാണ് ഈ വിളിക്കുന്നത്. കാരണം അവർക്ക് അതിന്റെ ഉള്ളിൽ കളങ്കമില്ല. ഈ കളങ്കവും ചതിയൊക്കെ വെക്കണവന്മാര് വിളിക്കൂല. അത് വല്ലയിടത്തും നടക്കട്ടെ എന്ന് വിചാരിക്കും. അതാണ് സത്യം. ഇതിപ്പോ ഈ പരിപാടി ഇപ്പൊ ഈ ലാസ്റ്റ് കാലത്തോട് അടിപൊളിയായിട്ടുണ്ട്. അത് കാണിച്ചത് അടിപൊളിയായിട്ടുണ്ട്. അത് നന്നായി. കാരണം വെച്ചാൽ ഇതിനകത്ത് കുത്തിത്തിരിപ്പ് ഈവൻ ഒരുത്തരാണെന്നുള്ളത് നമുക്ക് സാധാരണ രീതിയിൽ ഏത് സാമാന്യ ബോധമുള്ളവനും മനസ്സിലാവും. ഇന്ന് ആശാമാരുടെ സമരത്തിന്റെ അവിടെ നിന്നാന്ന് തോന്നുന്നു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിരുന്നപ്പോൾ അവൻ പോയെങ്കിൽ മാത്രമേ നമ്മുടെ KKച്ചന് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല യുവ നേതാവിനെ ഇറക്കി വിടുന്നു. ഇതൊക്കെ ഒരു തരത്തിൽ സമ്മതിക്കരുത്. കാരണം കോൺഗ്രസിനെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കമായിട്ട് ജനങ്ങൾക്കിത് തോന്നുന്നുണ്ട്. കാരണം ഒരാൾ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ അത് തെളിയിക്കപ്പെട്ടാലേ കുറ്റവാളിയാകുന്നുള്ളൂ. ഈ ധാർമ്മികതയുടെ പേരിൽ പോലും അതിന് ഒരു പരിധിയുണ്ട്. എല്ലാ ശിക്ഷയ്ക്കും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി ലംഘിച്ചാൽ ആരായാലും അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ സമ്മതിക്കരുത്. എന്റെ പേര് നടരാജൻ എന്നാണ്. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. ഞാൻ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തപ്പോൾ ഈ സംസ്ഥാന പ്രസിഡന്റും പരിവാരങ്ങളും അവർ ചേർന്നുകൊണ്ട് പറയുകയാണ്, യാതൊരു കാരണവുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാതെ ഞങ്ങൾക്ക് അധികാരം വേണ്ട, ആ സ്ഥാനം വേണ്ട
ആ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ കൊടുക്കണം, അദ്ദേഹത്തിനെ തിരിച്ചെടുക്കണം. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസോ പരാതിയോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്ഥാനം വേണ്ടെന്ന് പറയാൻ എന്തുകൊണ്ട് ഈ പുതിയ സ്ഥാനത്തേക്ക് വന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ നാണം കെട്ടവന്മാര് പറഞ്ഞില്ലെന്നുള്ള ഒരു ചോദ്യം ഇന്ന് വരെ ആരും ചോദിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഈ യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഈ നാണം കെട്ടവന്മാരും പാരവെപ്പുകാരും ഈ ചതിയന്മാരും വഞ്ചകന്മാരും ഇല്ലേ എന്ന് നമ്മൾ സാധാരണ ആളുകൾ ചിന്തിച്ചു പോവുകയാണ്. അല്ല, അവന്മാര് തന്നെ പാര പണിതിട്ടാണല്ലോ രാഹുലിനെ കട്ടപ്പന്മാർക്ക് അവസാനം ആ പാര വെച്ചവന് പോലും വന്ന അവസ്ഥ നമ്മൾ കണ്ടില്ലേ. ഈ യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഐക്യതയും സ്നേഹവും ബഹുമാനവും സാഹോദര്യവും ഉണ്ടോ ഇല്ലെന്നുള്ള സത്യമല്ലേ? അതിനുള്ള തെളിവല്ലേ ഇത്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാര് ഈ ഒരു ഗണത്തിലും പെടുത്താൻ കൊള്ളുകാത്ത ഇവന്മാര് ആ സ്ഥാനത്തേക്ക് വരുമോ? ആ സ്ഥാനം ഏറ്റെടുക്കുവോ? ഇവന്മാർക്ക് തന്നെ അറിയാം ഒരു പെട്ടി ചുമക്കാൻ പോലും യോഗ്യതയില്ലാത്ത തങ്ങൾക്ക് കിട്ടിയ ലോട്ടറിയാണെന്ന് ഇവന്മാർക്ക്, ഈ നാണക്കെട്ടന്മാർക്ക് അറിയാം. അതുകൊണ്ട് എടാ ഇത് എടുത്തോടാന്ന് പറഞ്ഞപ്പോൾ അവന്മാർക്ക് പോലും അറിയില്ല ഈ പദവി എന്താണെന്നോ ആ പദവിയുടെ മഹത്വമോ വലിപ്പമോ എന്താന്ന് ഇവന്മാർക്ക് ഇപ്പോഴും ഓർത്തില്ല. ഈ പെട്ടി ചുമപ്പുകാരന്മാർക്ക് മറ്റവന്മാർ എടുത്തോളാന്ന് പറഞ്ഞ് ഇവന്മാർ എടുത്തു. ഞാൻ തെരഞ്ഞെടുപ്പിനെ ഞാൻ മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ഞാൻ സ്വതന്ത്രനായിട്ടേ മത്സരിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല. ഞാനൊരു ഗാന്ധിയനാണ്. പക്ഷെ ഞാനൊരു കോൺഗ്രസ്സുകാരനും അല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനും അല്ല, BJP കാരനും അല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നല്ല നേതാക്കന്മാരുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ തെരഞ്ഞെടുപ്പിനൊക്കെ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വരുന്ന പ്രാവശ്യം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിച്ചുകൊണ്ട് ഇവന്മാരുടെ ഈ നാറിയ കേസുകളൊക്കെ ഞാൻ പറയും. ജയിക്കണതും തോൽക്കണതും എനിക്ക് പ്രശ്നമല്ല. കാരണം എന്ത്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇത്രക്ക് വൃത്തികെട്ട രീതിയിൽ ഒരു ഗാന്ധിസവും ഒരു കോൺഗ്രസിന്റെ ഒരു മഹിമയും ഇല്ലാത്ത രീതിയിലുള്ള ഈ ചതിയും വഞ്ചനയും അധികാരമോഹവുമായിട്ട് നടക്കുന്ന ഈ പന്ന കിളവന്മാരും ഈ പുതിയ യുവ തലമുറകൾ എന്ന് പറയണ ഈ ഇപ്പൊ വന്നേക്കുന്ന യുവന്മാരും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ഘാതകന്മാരാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, CPM-ലും CPI-യിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രവർത്തനത്തിന്റെ രീതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരുടെ സംഘടനയുടെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ മലയെല്ലാം കൂടി ഇങ്ങോട്ട് ഇളകി വന്ന് ഇപ്പൊ തന്നെ CPM പാർട്ടി തകരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നു അല്ലേ? സംഗതിയൊക്കെ എവിടെ പോയി? അത് അവരുടെ കെട്ടുറപ്പിന്റെ ഒരു രീതിയാണ്. അവരുടെ ലോക്കലിലുള്ള ഒരു നേതാവിനുള്ള ഒരു അധികാരവും ഒരു ശക്തിയും ഇവിടുത്തെ ഒരു കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനോ അല്ലെങ്കിൽ സെക്രട്ടറിക്കോ ഇല്ലെന്നുള്ളതല്ലേ സത്യം. സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസിൽ ജനങ്ങൾ എന്താ പ്രതീക്ഷിക്കേണ്ടത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മഹാത്മാഗാന്ധിജി എന്താ പറഞ്ഞത്? മഹാത്മാഗാന്ധിജി പറഞ്ഞു, വെള്ളം, വെളിച്ചം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം ഇതെല്ലാം ജനങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇന്ന് ജനങ്ങളുടെ അവസ്ഥ എന്താ? എന്തിനൊക്കെ ടാക്സ് കൊടുക്കണം ജനങ്ങള്? ജനത്തിനൊന്നും ജീവിക്കാൻ നിവൃത്തിയില്ല. ഇപ്പൊ ഈ 10 വർഷത്തിനുള്ളിൽ 10 വർഷം തികയാൻ പോകുന്ന സമയത്താണ് ഇപ്പോൾ 400 രൂപ വർദ്ധിപ്പിച്ച്, അതുപോലെ തന്നെ 1000 രൂപ അങ്ങനെയൊക്കെ വർധന ഇപ്പൊ കൊണ്ടുവന്ന് ഒരു സർക്കാരിന്റെ ഒരു മുഖം ഒന്ന് മിനുക്കിയെടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? കൂട്ടിയതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഈ അവസാന ഘട്ടത്തിൽ ഇതിങ്ങനെ കൂട്ടിയതിന്റെ ഉദ്ദേശം ഇലക്ഷൻ ആണല്ലോ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇലക്ഷൻ ആണല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ കോൺഗ്രസിന് കയ്യിൽ വന്ന് കിട്ടി, എന്തെങ്കിലും ഒരു കാര്യം കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കിയിട്ടുണ്ടോ? അവരെ കൊണ്ട് ഏതെങ്കിലും ഒരു സമരം ചെയ്ത് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ജനങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയന്റെ ഒരു അണ്ടർവെയറിന്റെ ചരടെ പിടിക്കാൻ പോലും യോഗ്യതയില്ല ഈ VD സതീശന്. ഇവനാണോ മുഖ്യമന്ത്രിയാകാൻ പോണത്? എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് കഴിഞ്ഞ ചെന്നിത്തല ഇനി മുഖ്യമന്ത്രിയാകാൻ കുപ്പായം ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവരെ കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. കേരളത്തിൽ ജനങ്ങൾക്ക് ഇവരെ ഒന്നും വേണ്ട. ജനങ്ങൾക്ക് വിശ്വാസമില്ല. ആ പുതിയ തലമുറ, ആ ഷാഫി പറമ്പിൽ, ആ രാഹുൽ മാങ്കൂട്ടം, ആ ചാണ്ടി ഉമ്മൻ, ആ ഫിറോസ്, അങ്ങനെയുള്ള നമ്മുടെ അഡ്വക്കേറ്റ് കുഴൽനാടൻ, ഇവരെ പോലെയുള്ള ഒരു പുതുനിര വന്നിട്ട് ഇവിടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം. അവരിലൂടെ നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അത് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ അതിന് ഈ കളവന്മാര് സമ്മതിക്കുന്നില്ല. ഇന്ന് കണ്ടില്ലേ, ഇന്ന് തിരുവനന്തപുരത്ത് ആശമാരുടെ ആ സമാപന സമ്മേളനം നടത്തിയപ്പോഴത്തേക്കും രാഹുൽ പോകാതെ ഞാൻ വേദി വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ കേക്കച്ചൻ മാറി നിന്ന് രാഹുലിനെ അവിടുന്ന് മാറ്റിച്ചത്. പക്ഷെ ഞാനിപ്പോ അത് അങ്ങയുടെ ഈ ചാനലിൽ ഞാൻ കണ്ടതിന് ശേഷമാണ് ഞാനിപ്പോ വിളിക്കുന്നത്.
അത് വളരെ കറക്റ്റായിട്ട് ഓരോന്ന് സ്റ്റെപ്പായിട്ട് എടുത്ത് കാണിക്കുന്നതും അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിന് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ ഒരു ചാനലുകാരും ചെയ്യുന്നില്ല. ഇതൊക്കെ ശരിക്കും സിനിമയിലും നാടകത്തിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്ന അഭിനേതാക്കളെക്കാൾ വലിയ അഭിനയമാണ് VD സതീശനെ പോലെയുള്ള ആൾക്കാർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബോധമുള്ള ജനങ്ങളിത് മനസ്സിലാക്കും. അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരരുതെന്ന എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്നറിയാമോ? കോൺഗ്രസ് അധികാരത്തിൽ വരുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള നിരയുടെ ആ അടിസ്ഥാനത്തിലുള്ള ഒരു കോൺഗ്രസ് ആയിരിക്കണം വരേണ്ടത്. സതീശനെയോ ചെന്നിത്തലയെയോ ഒക്കെ മുന്നിൽ കാണിച്ചുകൊണ്ടൊന്നും ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വെറുത്തു. ഇവരുടെ തമ്മിലടിയും അധികാരമോഹവും ഇത് വർഷങ്ങളായിട്ട് ജനങ്ങൾ സഹികെട്ടിരിക്കുകയാണ്. ഒരു കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തകനും ഒരു കുറ്റവും ചെയ്യാത്തവനെ ചുമ്മാ കറിയിലെ കരിവേപ്പില പോലെ എടുത്ത് പള്ളിയിൽ കളഞ്ഞ് അവനെ ചവിട്ടി മെതിച്ച് ചമ്മന്തിയാക്കിയിട്ട് ഇവൻ എന്ത് കോൺഗ്രസ് ജയിക്കുമെന്നാ പറയണത്? എന്ത് കോൺഗ്രസ് ജയിക്കൂടെ? എന്തെങ്കിലും കുറ്റം ചെയ്യണ്ടേ? ഒരാളൊരു കുറ്റം ചെയ്തെങ്കിൽ അയാളെ നമുക്ക് ശിക്ഷിക്കാം. ഒരു കുറ്റവും ഇല്ല, ഒരു പരാതിക്കാരുമില്ല, ഒരു കേസും ഇല്ല, ഒന്നുമില്ലാത്ത സാഹചര്യത്തില് ഇത്രയ്ക്കും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ഈ ചുമ്മാ കറിയിലെ കരിവേപ്പില പോലെ എടുത്ത് പള്ളേ കളഞ്ഞിട്ട് ഈ സതീശൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ല. അവരൊക്കെ വളർന്നു വരേണ്ടവരല്ലേ? അവരെയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെയൊക്കെ ഇതിന്റെ കേരളത്തിന്റെ രക്ഷകരാക്കി മാറ്റേണ്ടതല്ലേ? അതിനൊക്കെ ഇവർ പ്രചോദനം കൊടുക്കേണ്ടവരല്ലേ? അപ്പൊ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താ? അധികാരം മാത്രമാണ്. ഒരു സഹപ്രവർത്തകനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ VD സതീശന് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുവോ? ചെന്നിത്തലക്ക് സാധിക്കുവോ? ഇവന്മാരൊന്നും ഇവിടെ വേണ്ട. നമുക്ക് ഈ പുതിയ യുവതലമുറകൾ വരട്ടെ. സത്യമായിട്ടും ഇവർക്കെതിരെ ഞാൻ സത്യം പറയുക, അടുത്ത പ്രാവശ്യം ഞാൻ മത്സരിക്കും. കാരണം ഇത് നമുക്ക് സഹിക്കെട്ടു. ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ ഈ ചാനൽ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. കാര്യം ഇപ്പൊ ഒരുപാട് ചാനലുകാരൊക്കെ ഇപ്പൊ ഇതിന്റെ പുറകിൽ വരുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഈ നമ്മുടെ IT ചാനലില് മാത്രമാണ് ഇത്രയും കൃത്യമായിട്ട് വളരെ ജനങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് കേക്കച്ചൻ മലർന്നു കിടന്ന് തുപ്പുകയാണ്. അതായത് സ്വന്തം നെഞ്ചിൽ ആഞ്ഞടിക്കാറിനില്ലേ, അതേപോലെയാണ്. കേക്കച്ചന്റെ അവസാനത്തെ പരിപാടിയാണ്. കേക്കച്ചൻ ഇതിനോട് കൂടെ ഈ ഇലക്ഷനോട് കൂടെ കേക്കച്ചൻ ഒരു ഭാഗത്തേക്കാവും. ആവട്ടെ, അപ്പോഴേ കേക്കച്ചൻ പഠിക്കുള്ളൂ. ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ ഇമേജ് കൂട്ടുകയേ ചെയ്യുള്ളൂ. കേക്കച്ചന്റെ ഇമേജ് താഴ്ന്നിരിക്കും. രാഹുലിന്റെ ഗ്രാഫ് കൂടുകയേ ചെയ്യുള്ളൂ. കേട്ടോ, കാനഡയിൽ നിന്ന് സിനിലാണ്. ഇന്നത്തെ ന്യൂസ് കണ്ടു. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശാവർക്കർമാരുടെ സമരപന്തലിലെത്തി അവരുടെ സമരത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി എന്നോളം അവരെ അഭിവാദ്യം ചെയ്യാനെത്തിയതും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടു. ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ ഈ VD സതീശൻ, ഈ തെണ്ടി, ഇവന്റെ കുഞ്ഞമ്മയുടെ കല്യാണമായിരുന്നു അവിടെ. അവനൊരു പ്രതിപക്ഷ നേതാവാണെന്നുള്ള ഒരു ബോധ്യം പോലെ അതെണ്ടിക്കില്ലയോ? അവന്റെ സഹപ്രവർത്തകരോട് എങ്ങനെ സഹകരിക്കുമെന്ന് നീ തെണ്ടിക്ക് അറിയത്തില്ലയോ? ഇവന്റെ അച്ഛൻ വീട്ടിലാണ് അവൻ വന്ന റാസ്കല്. അവൻ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ വന്നിന്ന് പ്രസംഗിച്ചിട്ട് പോകുന്ന കളറാസ്കല്. ഇവന് ആരാണ് ഇതിനൊക്കെയുള്ള ഒരു അധികാരം കൊടുക്കുന്നത്? ഈ ജനങ്ങൾക്ക്, ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാക്കിക്കൂടാ? ഇവനെയൊക്കെ കൂകാൻ ആളില്ലയോ? ചീമുട്ടേറിയാണ് ഇവനെയൊക്കെ മുട്ടത്തലേനെ. കേക്കച്ചൻ തെണ്ടി. ഞങ്ങൾക്കൊക്കെ പറഞ്ഞില്ല, ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് മാറിപ്പോകുന്നത് ഇവൻ്റെയൊക്കെ ഈ പ്രവർത്തനം കണ്ടിട്ട്. ഈ കോൺഗ്രസിനെ താക്കാക്കുന്ന ഈ തെണ്ടി ഇവൻ ആരാണെന്നാണ് വിചാരിക്കുന്നത്? ഇവൻ്റെ ഈ ജൽപ്പരങ്ങൾക്ക് വട പിടിക്കാൻ കുറേ ആൾക്കാരും. ഇവൻ പണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ജയിച്ചപ്പം, ചാണ്ടി ഉമ്മൻ ജയിച്ചപ്പോൾ അന്നത്തെ ആദ്യത്തെ പത്രസമ്മേളനം കെ സുധാകരൻ സാറ് എന്താ ആദ്യം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മൈക്കലോടെ തള്ളിക്കളഞ്ഞ് ഒരു തോന്നിവാസം കാണിച്ചിട്ടില്ലേ? വീട്ടിലെ സഹോദരങ്ങൾ തമ്മിൽ അടിപിടി കൂടുന്ന കണക്ക്. ഇവൻ അന്ന് ആൾക്കാർ മനസ്സിലാക്കി ഇവൻ ഇതിന് സ്ഥാനത്തിന് യോഗ്യനല്ലെന്ന്. അധികാരത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന ഈ പരമനാറിയെ ഈ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ കോൺഗ്രസിന് രക്ഷപ്പെടാനൊക്കില്ല. ഇന്ന് തന്നെ എന്ത് നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ഇവനെന്താ അങ്ങോട്ട് വരുന്നതിനെന്താ? ഇവൻ കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചുകൊണ്ടല്ലേ അവനിരിക്കുന്നത്. ഇനി അവൻ നിയമസഭ കണി കാണത്തില്ല അവൻ, അതുറപ്പാണ്. മിഷൻ 250 കഴിയുമ്പോഴത്തേക്ക് 250 കഴിയണ്ട, അതിനു മുമ്പ് ഇവനെ ചുരുട്ടിപ്പായി കെട്ടിയവനെ കൊണ്ട് കളയും ആൾക്കാർ.
ഇത് നല്ല രീതിയിൽ ഇന്ന് നടന്ന സംഭവം നല്ല രീതിയിൽ പൊതുജനങ്ങൾ എത്തിക്കണം പൊതുനല്ലേ. ഈ വ്യത്യാസം എന്തുവെന്നുള്ളത് വെച്ചാൽ രാഹുൽ പോയിട്ട് തിരിച്ച് രണ്ടാമതൊന്നും പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ മനസ്സിലായി ഈ പരമനാറി കാരണമാണ് അവൻ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി മാറിപ്പോകേണ്ടി വന്നതെന്ന്. ഒരു കാരണവശാലും ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ ഈ തെണ്ടി, ഈ കേക്കച്ചൻ തെണ്ടി, ഉള്ള പാതിരി, ഉള്ള നാറി, ഇവനെ ഒരു കാരണവശാലും ഇനി കേരള നിയമസഭ കാണിക്കരുത്. അത് ഒറ്റക്കെട്ടായിട്ട് ഈ കോൺഗ്രസ്സുകാരായാലും ഇനി ഏത് പാർട്ടിക്കാരായാലും ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ ഈ നെട്ടൂർ സതീശൻ, അവൻ നെട്ടൂരല്ല, അവൻ്റെ ഒടുക്ക് സതീശനാണ് ഇപ്പം. അവൻ്റെ കഥ കഴിഞ്ഞ് ഉറപ്പാ, അവൻ്റെ നിഴലിപ്പോൾ തീരാറായി. ഇപ്പം എന്നെ നാറി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പണിയുണ്ട്, രണ്ടും കൽപ്പിച്ച് ഒരു വ്യക്തിക്ക് രണ്ട് സ്ഥലത്ത് നിൽക്കാമല്ലോ, രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ നിൽക്കാം. ഒരെണ്ണം സ്വന്തമായിട്ട് ജയിക്കാൻ പറ്റുന്നിടത്തും രാഹുല നിൽക്കേണ്ടത്. രാഹുൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ എതിരായിട്ട് പോയി ഈ കേക്കച്ചിന് എതിരായിട്ട് പോയപ്പോഴത്തേക്ക് അങ്ങ് നിൽക്കണം. എല്ലാവരും അവരെ രാഹുലിനെ ജയിപ്പിക്കുകയുള്ളൂ. കേക്കച്ചനെ തൂത്തുകാരി തൂരക്കളയും. അവൻ എവിടെ നിന്നാലും അവനെതിരായിട്ട് പോയി നിൽക്കുക. രണ്ടിടത്ത് നിൽക്കാം. ഒരു വ്യക്തിക്ക് രണ്ടിടത്ത് ഇലക്ഷൻ നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് പോയി നിൽക്കുക. ഒരു പ്രാവശ്യം സ്വന്തമായിട്ട് നിൽക്കുക. അത് കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്ന സീറ്റിലുമ്പോഴത്തേക്ക് മറ്റവനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയും പോയി നിൽക്കണം. അവിടെയും പോയി നിന്ന് കഴിഞ്ഞാൽ ആ വോട്ട് മുഴുവൻ മറിയും, രാഹുലിന് കിട്ടും. അഥവാ ഇല്ലെങ്കിൽ രാഹുൽ പിടിക്കുന്ന വോട്ട് കൊണ്ട് ഇവൻ തോറ്റോളും. വേറെ ആരെങ്കിലും ജയിച്ചാലും യവൻ തോറ്റുപൊക്കോളും. യവനെ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കരുത്, ഈ അസംബ്ലി എന്നാന്ന് കാണിക്കരുത്. ഇവൻ ഒരൊറ്റ ചെറ്റയാണ്. ആ ഒരൊറ്റ ചെറ്റയാണ് ഈ പിണറായിക്ക് സ്തുതി പാടിക്കൊണ്ട് ഇവിടുത്തെ ആസനം എടുത്തുകൊണ്ട് അവനെ ഇവിടം വരെ എത്തിച്ചത്. അല്ലെ എത്ര പണ്ടേ 5 വർഷവും തയ്ക്കാതെ ഇവൻ ചാടി പൊക്കോണ്ടാനെ. അവൻ പേടിച്ചിട്ട് ഇവനെ തല്ലി പേടിപ്പിച്ച് കാണും. എന്നിട്ട് പിള്ളേർ കയറി നിന്നെ മേയുന്നു, നീ മിണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടുന്ന ഞാൻ നക്കാൻ വല്ലതും തന്നേക്കാം, അതും മേടിച്ച് ഞണ്ണാതെ അവിടെ കുത്തി ഇരുന്നോണം, അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ കയറി പണിയൂന്നൊക്കെ പറഞ്ഞ് കാട്ടി പേടിപ്പിച്ച് കാണും. അവൻ കോപ്പിനിരിക്കുന്നു. ഇവനെ ഇതുപോലെ ചീഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലുണ്ടായിട്ടില്ല. ഇവനെ ഒരുത്തനാണ് ഇവിടെ കുളം തോണ്ടിയത്. പണ്ട് അച്യുതാനന്ദൻ ഇരിക്കുമ്പോഴത്തേക്കും അച്യുതാനന്ദനായിട്ട് ഒരു ലോട്ടറി പ്രശ്നം തോക്കിക്കൊണ്ട് വന്ന് പറഞ്ഞ് ആരാണ്ട് ഒറ്റിക്കൊടുത്തതാ, പാർട്ടിക്കാർ തന്നെ ഒറ്റിക്കൊടുത്തതാ. ഈ പിണറായി തന്നെ ഒറ്റിക്കൊടുത്തതായിരിക്കും അന്ന് ലോട്ടറി പ്രശ്നം. ഈ മറ്റവന് VS-നെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ പിണറായി തന്നെ കൊടുത്ത ഇതായിരിക്കും വേണ്ട. ലോട്ടറി പ്രശ്നം എഴുതുന്നതിൻ്റെ പ്രൂഫുകളൊക്കെ കൊടുത്തേച്ച് ഇവനെ കൊണ്ട് സംസാരിപ്പിച്ച് എന്നിട്ട് അവനൊരുത്തം കണ്ടിട്ട് അതുകൊണ്ടാണ് അവന് അന്ന് ഈ അസംബ്ലി നേടിയത്. അവന് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ വെറും തഴകളെ നിർത്തുക. ഓപ്പോസിറ്റായിട്ട് വെറും പേര് പോലും കേൾക്കാത്ത ആൾക്കാരെയാണ് ഇവനെതിരായിട്ട് കൊണ്ട് നിർത്തുന്നത്. പിന്നെ എങ്ങനെ ആൾക്കാർ ജയിപ്പിക്കും? അതുകൊണ്ട് ഈ തെണ്ടിയെ ജയിപ്പിച്ചു വിട്ടത്. ഇനി ഇവൻ തോക്കണമെന്ന് ഒറ്റ പണിയേ ഉള്ളൂ. അല്ല, ഒന്നാമത്തെ 8ന്റെ പണിയിൽ 8 64ന്റെ പണി കൊടുക്കണം. ഇവൻ എവിടെ നിന്നാലും രാഹുല് പോയി ഓപ്പോസിറ്റ് നിൽക്കണം. പാർട്ടി പറഞ്ഞാലും വേണ്ടില്ല, പാർട്ടി പറഞ്ഞില്ല വേണ്ടി രണ്ടാമത് ഒരു പ്രാവശ്യം ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം വേണ്ടി ഇവനെ ഓപ്പോസിറ്റ്, ഇവനെ തോപ്പിക്കാൻ വേണ്ടി തന്നെ നിൽക്കണം. രാഹുൽ പിടിക്കുന്ന വോട്ട് ഒന്ന് അവിടെയും ജയിക്കും, രാഹുൽ രണ്ടിടത്തും ജയിക്കും. ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനെ തോപ്പിക്കാൻ പറ്റും. ഇവനെ ഇനി അസംബ്ലി എന്നത് കാണിക്കരുത്. കേരള ജനത വലിയ ഒരു വിപത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിജയനെ എത്രയും വേഗം ഇവിടുന്ന് മാറ്റി കമ്മ്യൂണിസം ഇല്ലാതാക്കിയില്ലെങ്കിൽ കേരളം നശിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ പൊതുവെ സുനിൽ, നമുക്കൊന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ വലിയ ഒരു പകർച്ച ഇന്റർനാഷണലി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി ഭയങ്കര പ്രതിസന്ധിയിലാണ് പോകുന്നത്. തലമുറ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തന്നെ അറിയില്ല. എൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയും ഞാൻ ചെറുപ്രായം മുതൽ കോൺഗ്രസിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ 45 വർഷമായി ഞാൻ കേരളം വിട്ടിട്ട്. പക്ഷേ എല്ലാ മാസവും ഞാൻ നാട്ടിൽ വരാറുണ്ട് എൻ്റെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട്. പിന്നെ എൻ്റെ പിതാവ് കോൺഗ്രസിൻ്റെ അധിഷ്ഠിത നേതാവായിരുന്നു. എൻ്റെ കോടികളുടെ ആസ്തി വിറ്റ് രാഷ്ട്രീയം ദേശത്തിന് വേണ്ടി കൊടുത്ത ഒരു വ്യക്തിയുടെ മോനാണ് ഞാൻ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ തമ്മാടിത്തരം കാണിക്കുന്നതിനെല്ലാം മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ
സതീശനെയും ഈ വേണുവിനെയും ഇവനെയും രമേശിനെയും ചെന്നിത്തല ഇവരെയൊക്കെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് നശിപ്പിക്കും. സംശയമുണ്ട്. ഈ പ്രാവശ്യം ജയിക്കുന്ന കാര്യം വളരെ സംശയമായിരിക്കും. കാരണം സതീശന് ഇവനുമായിട്ട് ടൈപ്പ് ഉണ്ട്. വിജയനുമായിട്ട് കോടികൾ വാരി എറിഞ്ഞിട്ടുണ്ട് സതീശൻ. അതാണ് ഇവൻ്റെ നമ്മുടെ രാഹുലിനെതിരായിട്ടുള്ള കേസ് പൊക്കിക്കൊണ്ടുവന്നതും കോൺഗ്രസിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമത്തിൽ ഇവൻ സതീശൻ തന്നെയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രാവശ്യമെങ്കിലും വിജയനെ പുറത്താക്കിയില്ലെങ്കിൽ കേരളം പിന്നെ നോക്കണ്ട സുനിലെ, നമ്മുടെ തലമുറയെല്ലാം തകർന്ന് ഇല്ലാതായി പോകും. സുനിൽ ചെയ്യുന്നത് വലിയൊരു പ്രവൃത്തിയാണ് കേട്ടോ. സുനിലിൻ്റെ ഈ ഒരു ചാനൽ കൂടെ ഒത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് റിയലി അപ്രീഷിയേറ്റഡ്. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഗോഡ് പ്രൊട്ടക്ട്, മേ ഗോഡ് പ്രൊട്ടക്ട് യു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.